ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്രയോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. കഴിഞ്ഞ ദിവസം കർമ്മതത്വമാണ് നമ്മൾ കാര്യമായിട്ട് നോക്കിയത്. കർമ്മത്തെ ഏതൊക്കെ രീതിയിലാണ് അറിയുന്നത്? ഏറ്റവും നമ്മൾ സാധാരണ കൂടുതലൊന്നും അറിയാതെ തന്നെ പറയുന്ന ഒരു ഭാഷയുണ്ട്, പ്രാരബ്ധം. എന്ത് ചെയ്യാം? നമ്മുടെ പ്രാരബ്ധം എന്ന് നമ്മൾ പറയും. ശരിയാണ്. പ്രാരബ്ധം എന്ന കർമ്മഭാഗം കൊണ്ട് നമ്മളിപ്പോ ഈ ശരീരം എടുത്തിരിക്കുന്നത് പ്രാരബ്ധം എന്ന കർമ്മവശാലാണ്. ആ കർമ്മതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കർമ്മ എന്താണോ അതിന്റെ കർമ്മഫലങ്ങൾ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ശരീരം എടുത്തിരിക്കുന്നത്. അത് പാപവുമാകാം പുണ്യവുമാകാം. പക്ഷെ മനുഷ്യജന്മം വരുന്നത് പാപവും പുണ്യവും ഏതാണ്ട് ഒരുപോലെ ആകുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പാപമാണ് ഏറ്റവും കൂടുതൽ എങ്കിൽ ദേവജന്മവും പുണ്യമാണ് ഏറ്റവും കൂടുതൽ എങ്കിൽ ദേവന്മാരായി ജനിക്കുകയും ദേവലോകത്തിൽ പോവുകയും ചെയ്യും. പാപമാണ് കൂടുതലെങ്കിൽ മൃഗ അല്ലെങ്കിൽ മറ്റുള്ള യോനികളിൽ ജനിക്കും. മൃഗങ്ങളായിട്ടോ മരങ്ങളായിട്ടോ ഒക്കെ ആയിരിക്കും ജനനം. മനുഷ്യജന്മം കിട്ടുന്നത് ഏതാണ്ട് പാപവും പുണ്യവും ഒരുപോലെ, ഏതാണ്ടൊരുപോലെ ആവുമ്പോഴാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഈ സുഖവും ദുഃഖവും മാറി 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 വരുന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോ സഞ്ചിത കർമ്മത്തിൽ നിന്ന്, അതായത് എത്രയോ ജന്മങ്ങളായിട്ട് ശേഖരിച്ചു വച്ചിരിക്കുന്ന കർമ്മങ്ങളാണ് സഞ്ചിത കർമ്മം. ആ സഞ്ചിത കർമ്മത്തിൽ നിന്ന് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് പ്രാരബ്ധം എന്ന് പറഞ്ഞ് ഈ ശരീരം എടുത്ത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ അനുഭവിച്ചു തീർക്കാനായിട്ട് നീക്കി വച്ചിരിക്കുന്നു. ഈ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കും. അതില് വിവേകം ഉപയോഗിച്ച് കർമ്മം ചെയ്യുമ്പോൾ കുറെ പുണ്യകർമ്മങ്ങളും ചെയ്യും, അറിയാതെ ചിലപ്പോൾ പാപങ്ങളും ഉണ്ടാകാം. ചിലർ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്ത് ജീവിക്കുന്നവരെ നമുക്ക് കാണാം. അപ്പോ ഈ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ട് ശരീരമെടുത്ത് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൻ്റെ പുതിയതായിട്ട് ഫലമുണ്ടാകുന്ന രീതിയിൽ ചെയ്യുമ്പോൾ, നിഷ്കാമകർമ്മമല്ല, ഫലം ആഗ്രഹിച്ച് ഈ സമയങ്ങളിൽ ചെയ്യുന്ന പുതിയ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ ഫലം പാപമായിട്ടും പുണ്യമായിട്ടും ഉണ്ടാവും. അത് പഴയ സഞ്ചിത കർമ്മത്തിന്റെ കൂടെ ചേരും. അപ്പൊ സഞ്ചിതം വീണ്ടും അവിടെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഈ ജന്മത്തിൽ സഞ്ചിതത്തിലേക്ക് പോയി ചേരുന്ന കർമ്മങ്ങൾക്കാണ് ആഗാമി കർമ്മം എന്ന് പറയും. പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നതും ഫലമുണ്ടാകുന്നതുമായ ആ കർമ്മങ്ങളാണ് ആഗാമി. ഇതാണ് ഒരു 3 സാധാരണ തരത്തിൽ പറയപ്പെടുന്ന 3 തരത്തിലുള്ള കർമ്മങ്ങൾ: സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനല്ലേ, പ്രാരബ്ധം അനുഭവിച്ചങ്ങ് ജീവിച്ചങ്ങ് പോയാൽ പോരെ, ഒന്നും സംഭവിക്കില്ലല്ലോ. പ്രാരബ്ധം അനുഭവിക്കാൻ കഴിയുക, അങ്ങനെ തീർക്കാൻ പറ്റുന്നതാണോ പ്രാരബ്ധം? എന്നാൽ അല്ല, അങ്ങനെയൊന്നും തീർക്കാൻ സാധിക്കില്ല. അത്രമാത്രമുണ്ട് ആ കർമ്മ ഫലങ്ങൾ. അനുഭവിച്ചങ്ങോട്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതേസമയം ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കിട്ടിയിരിക്കുന്ന ഈ പ്രാരബ്ധം മാത്രം അനുഭവിച്ചാൽ മതി. അവിടെ സഞ്ചിതമായിട്ടിരിക്കുന്നതെല്ലാം ജ്ഞാനാഗ്നിയിൽ നശിക്കും. അതെങ്ങനെയാണെന്ന് ഇനി വഴിയെ പറഞ്ഞു തരും. അപ്പോ ജീവിതം നിശ്ചയിച്ചിരിക്കുന്നത്
അതായത് പ്രാരബ്ധ കർമ്മം വെളിപ്പെട്ട അത്രയും കാലം ഈ ജീവൻ ഈ ഭൂമിയിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. ഈ പ്രാരബ്ധത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നു, പ്രാരബ്ധത്തിൽ തന്നെ ബലമായിട്ടുള്ള പ്രാരബ്ധവുമുണ്ട്, ബലഹീനമായ പ്രാരബ്ധവുമുണ്ട്. ശക്തമായ പ്രാരബ്ധ കർമ്മങ്ങൾ, ഫലം ഭയങ്കര ശക്തമാണ്, അതേസമയം ബലഹീനമായതുമുണ്ട്. അപ്പോ ബലം കുറഞ്ഞ പ്രാരബ്ധത്തെ നമുക്ക് നമ്മുടെ പ്രയത്നം കൊണ്ട് അതിജീവിക്കാൻ പറ്റും. നമ്മുടെ പ്രയത്നം കൊണ്ട് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ബലം കുറഞ്ഞ പ്രാരബ്ധങ്ങൾ. ബലമായതിനെ അങ്ങനെ പറ്റില്ല, അത് തരണം ചെയ്യാൻ പറ്റില്ല, അനുഭവിക്കണം, അനുഭവിച്ചേ തീരൂ. എന്തൊക്കെ ചെയ്താലും നമുക്ക് ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് ഉയരാൻ, ദുഃഖമാണല്ലോ ഇതൊക്കെ, സംസാരത്തിലെ ദുഃഖം ശോകമാണ്. ഈ ദുഃഖത്തിൽ നിന്നും ശോകത്തിൽ നിന്നും കരകയറാൻ പറ്റില്ല. ബലഹീനമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ച് അധ്വാനിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കൊണ്ട് നമുക്ക് മുന്നോട്ട് കുറച്ച് രക്ഷപ്പെടാൻ പറ്റും. അത് പണം സമ്പാദിക്കുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ ആണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. അല്ലാതെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അധ്വാനം കൊണ്ടൊന്നും നമുക്കൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് തോന്നുകയും ചെയ്യും, എന്തെല്ലാം ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ലല്ലോ. അപ്പോഴാണ് ഇപ്പൊ ജ്യോത്സ്യരെ കാണാൻ പോകുന്നതും അമ്പലത്തിൽ വഴിപാട് ചെയ്യുന്നതും ഒരുപാട് നേർച്ചകൾ നേരുന്നതും ഒക്കെ ഈ സമയത്താണ്. എന്ത് ചെയ്താലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല, അത് വേറെ വഴിക്കാണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരുടെ ജീവിതത്തിലുള്ള കാര്യം. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും ഒരു കാര്യവും നടക്കില്ല. അപ്പൊ തന്നെ അറിയാം പ്രാരബ്ധത്തിന്റെ ശക്തി. അപ്പോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ വേറെ രക്ഷയില്ല. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോ അത് അനുഭവിച്ചങ്ങ് കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു വരും. അപ്പോ ശരീരം കിട്ടിയിരിക്കുന്നത് ആ പ്രാരബ്ധവശാലായതുകൊണ്ട് ആ കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കണം. ചോയ്സ് ഇല്ലാതെ വന്നുപെട്ട സാഹചര്യമാണ് പ്രാരബ്ധം. ചോയ്സ് ഇല്ലാതെ വന്നുപെട്ടിരിക്കുക. നമ്മള് ഇപ്പൊ ജീവിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ഇപ്പൊ വന്ന് നമ്മളിപ്പോ ജീവിക്കുന്ന സാഹചര്യം എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ? നമ്മൾ തെരഞ്ഞെടുത്തതാണോ? എനിക്കിത് മതി എന്നും പറഞ്ഞ് തെരഞ്ഞെടുത്തതാണോ? അല്ല. തെരഞ്ഞെടുത്ത സാഹചര്യങ്ങളല്ല, നമ്മൾ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുമല്ല. വളരെ ചുരുക്കം പേർക്ക് കാണും എനിക്കിപ്പോഴുള്ള സാഹചര്യം വളരെ നല്ലതാണ്. പലർക്കും അങ്ങനെയല്ല, കുറച്ചുകൂടെ നല്ല സാഹചര്യം ആകാമായിരുന്നു എന്നൊരു തോന്നലെങ്കിലും ഉള്ളിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. കഴിഞ്ഞ കാലങ്ങളൊക്കെ ആലോചിച്ചാൽ അറിയാം, എത്രയോ നമ്മൾ അങ്ങനെ വിചാരിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വന്നു പെട്ടല്ലോ ഭഗവാനെ എന്നും പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാ വന്നു പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വജന്മങ്ങളിലെ പ്രാരബ്ധം കൊണ്ട് തന്നെയാണ് വന്നു പെട്ടിരിക്കുന്നത്. അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അതിന് ചോയ്സ് ഇല്ല, അങ്ങനെ വരുള്ളൂ. വേറെ ചോയ്സ് അങ്ങനെ തെരഞ്ഞെടുക്കാൻ ചോയ്സ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ പുണ്യകർമ്മങ്ങളാണ് ചോയ്സ്. അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ വയ്യ. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഈ ചോയ്സ് ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ കഴിയുന്നത്. ഈ സന്ദർഭങ്ങളില് മനസ്സ് എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളണം എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ചോയ്സ് പ്രകാരമല്ല വന്നിരിക്കുന്നത്. നമ്മളിവിടെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമനുസരിച്ചാണ്. ഇപ്പോ ഈ സാഹചര്യത്തെ എങ്ങനെ മാനസികമായിട്ട് ഉൾക്കൊള്ളണം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട വിഷയം. എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മളാണ്, പ്രാരബ്ധമല്ല. പ്രാരബ്ധവശാൽ ചോയ്സ് ഇല്ലാത്ത ഈ സിറ്റുവേഷനിൽ നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കണം മനസ്സിൽ എന്ന് തീരുമാനിക്കാനുള്ള വിവേകം നമുക്ക്, അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് പ്രാരബ്ധമല്ല, സിറ്റുവേഷനാണ് പ്രാരബ്ധം. അപ്പോ ഈ പ്രാരബ്ധം മനഃശോകത്തിന് കാരണം എന്നാൽ എങ്ങനെ ജീവൻ മുക്തി ഉണ്ടാകും? നല്ല ചോദ്യമല്ലേ. പ്രാരബ്ധം മനഃശോകത്തിന്, സങ്കടത്തിന് കാരണമെങ്കിൽ എങ്ങനെയാണ് ജീവൻ മുക്തി നേടുക? ജീവൻ മുക്തി എന്ന് പറയുന്നത് പൂർണ്ണ സംതൃപ്തമായ മനസ്സാണ്. ഇവിടെ പ്രാരബ്ധം കൊണ്ട് സമ്പൂർണമായിട്ടുള്ള
തൃപ്തിയോടെയുള്ള മനസ്സല്ല ഇപ്പൊ കയ്യിലിരിക്കുന്നത്. ജീവൻ മുക്തി എങ്ങനെ ഉണ്ടാകും? പറ്റില്ല. മാത്രമല്ല, അങ്ങനെയെങ്കിൽ വിദേഹമുക്തി മാത്രമേ സാധ്യമാകൂ. ജീവൻ മുക്തി നേരത്തെ പറഞ്ഞ എന്താണെന്ന്, അത് പറ്റില്ല. വിദേഹമുക്തി മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ പറയുന്നത് ശരിയാവുമോ? ശാസ്ത്രം അങ്ങനെ പറയുമോ? അങ്ങനെ പറയുന്നില്ലല്ലോ. ജീവൻ മുക്തി ഉണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്, സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കൊരു സംശയം, പറ്റുമോ എന്ന്. ദുഃഖിക്കുന്നതും ആസ്വദിക്കുന്നതും ആയ ആ പുരുഷാർത്ഥം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ദുഃഖിക്കണമോ, ദുഃഖത്തെ ദുഃഖമായി സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നമ്മുടെ കയ്യിലാണ്. പ്രാരബ്ധവശാൽ ദുഃഖങ്ങൾ ഉണ്ടാകാം, അതിനെ ദുഃഖമായിട്ട് തന്നെ സ്വീകരിക്കണം. എന്താ ഇത് മുഴുവൻ നടക്കുന്നത് മനസ്സിലല്ലേ, കയ്യിലോ കാലിലോ തലയിലോ കണ്ണിലോ ഒന്നും അല്ലല്ലോ. ഈ ദുഃഖം എവിടെയാ? മനസ്സിലാണ്. ഈ സന്തോഷം എവിടെയാണ്? മനസ്സിലാണ്. എല്ലാം മനസ്സിലാണ് നടക്കുന്നത്. ഈ മനസ്സിനെ ഏത് വഴിയിൽ കൂടി സഞ്ചരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്, അതിനുള്ള പവർ നമുക്കുണ്ട്. സാഹചര്യം ഏതായാലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുമ്പിൽ തന്നെ. നമ്മളെക്കാട്ടിലും എത്രയോ മോശമായ സാഹചര്യങ്ങൾ, നമ്മൾ പറയുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ നമ്മളെക്കാട്ടിലും എത്രയോ സന്തോഷമായി കഴിയുന്ന ആൾക്കാരെ നമുക്ക് കാണാം. എത്രയെത്രയോ ആൾക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, ഹാപ്പി ആയിട്ട് ഉത്സവങ്ങൾ കൂടുന്നു, ഹാപ്പി ആയിട്ട് കടകളിൽ പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, കുട്ടികളും ഭാര്യയുമൊക്കെ ആയിട്ട് നടക്കുന്നു, കുടുംബം ഒന്നിച്ച് പല സ്ഥലത്തും പോകുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. ഇവർക്കൊക്കെ ഇതിനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. നമുക്ക് ഉള്ള നല്ല സാഹചര്യങ്ങളിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ല. അവര് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതും കാണാം. വളരെ മനസ്സ് തുറന്ന് സന്തോഷിച്ച് സുഖമായിട്ട് ജീവിതം ആസ്വദിക്കുന്ന കാണാം. അപ്പോ മനസ്സിലാണ് ഈ ശോകത്തെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും. ഈ ജന്മത്തിലെ അറിവാണ് പ്രധാനം. ഈ ജന്മത്തിലെ അറിവ്, അതാണ് പ്രധാനം. പ്രാരബ്ധം വശാലാണ് ഇവിടെ ഈ സാഹചര്യത്തിൽ വന്നു പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ ഒരറിവാണത്. ഇനി ചെയ്യുന്ന കർമ്മങ്ങളിലെ പാപവും പുണ്യവും ഉണ്ട് എന്നറിയുന്നത് ഒരറിവ്. പാപം ദുഃഖത്തെയും പുണ്യം സുഖത്തെയും തരും എന്നതൊരറിവ്. ഇതൊക്കെ ശാസ്ത്രം തരുന്ന അറിവുകളാണ്. അറിവ് നേടിയിട്ട് ഈ പ്രാരബ്ധങ്ങളെ മനസ്സംയമനത്തോടെ നേരിടണം. അതാണ് ഏറ്റവും വലിയ ഉപദേശം. ഈ ജന്മത്തിലെ അറിവ് പ്രധാനം. ശാസ്ത്രം വഴി ശാസ്ത്രം പറയുന്ന അറിവുകൾ നേടി പ്രാരബ്ധങ്ങളെ മനസ്സംയമനത്തോടെ നേരിടണം. ഇതല്ലേ ഏറ്റവും വലിയ ഉപദേശം. ഇതിനാണ് നമ്മൾ ഈ തത്വബോധം പഠിച്ചു മുന്നോട്ട് പോകുന്നത്. ഏത് ദുഃഖകരമായ സന്ദർഭങ്ങൾ പ്രാരബ്ധവശാൽ ജീവിതത്തിൽ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള പ്രവൃത്തികൾ നാം ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെ ഇത് പ്രാരബ്ധമാണ്, എന്റെ തലവിധിയാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അവിടെ അതേസമയം ശാസ്ത്രം ധർമ്മപ്രവൃത്തികളെ പറയുന്നുള്ളൂ. അപ്പോ പ്രാരബ്ധം അനുഭവിക്കുന്ന ഒരാൾ സങ്കടപ്പെട്ട് അമ്പലത്തിൽ പോയി തൊഴുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പ്രാരബ്ധത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ അത് വളരെ ശരിയായ വഴി. അതേസമയം ദാരിദ്ര്യം അനുഭവിച്ച് ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രാരബ്ധമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ എന്തിനിങ്ങനെ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് അവനവന്റെ ദാരിദ്ര്യത്തെ മാറ്റാനായിട്ട് മറ്റുള്ളവരെ പറ്റിക്കുക, മറ്റുള്ളവരുടെ ധനത്തെ അപഹരിക്കുക, ആൾക്കാരെ വഞ്ചിക്കുക, ആൾക്കാരെ ഉപദ്രവിക്കുക, ദേഹോപദ്രവം ചെയ്യുക, ഇങ്ങനെ അറിവില്ലാതെ പ്രവർത്തിക്കുക. അപ്പോ എന്തുണ്ടാവും?
പ്രാരബ്ധത്തിന്റെ കൂട്ടത്തില് പാപവും കൂടെ കൂടി ഇനിയൊരു ജന്മം വരുന്നത് തീർത്തും നികൃഷ്ടമായി പോകും. അപ്പൊ ഇവിടെ അറിവാണ് പ്രധാനം. അറിവ് നേടിക്കഴിഞ്ഞാൽ, അതാണ് ശാസ്ത്രം പഠിക്കണം. കുട്ടികൾക്ക് തന്നെ കുഞ്ഞിലെ തന്നെ പാപപുണ്യവും ഈശ്വര ഭയവും ഈശ്വരന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഒരു നിയമമുണ്ട്, ഈശ്വരനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ ആദ്യം അദ്വൈതമൊന്നും വേണ്ട, ആദ്യം ദ്വൈതം തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഈശ്വരൻ പറഞ്ഞൊരു ശക്തിയുണ്ട്, ആ ശക്തിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇവിടെ നന്മ ചെയ്താൽ പുണ്യം ലഭിക്കും, തിന്മ ചെയ്താൽ പാപം ലഭിക്കും. പുണ്യം വന്നാൽ നമുക്ക് സുഖം ലഭിക്കും, പാപം വന്നാൽ നമുക്ക് സങ്കടം വരും. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ വലുതാവുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ അവർക്ക് തോന്നുകയും ഈ നല്ല അറിവുകള് ലഭിക്കുകയും ചെയ്യും. അപ്പോ കർമ്മതത്വം അറിയുമ്പോൾ തന്നെ, ഇപ്പൊ തന്നെ നമുക്ക് കർമ്മതത്വം അറിയുമ്പോൾ എന്തുമാത്രം നമുക്ക് ആശ്വാസം ഉണ്ടാവും. നമ്മൾ അനുഭവിക്കുന്ന പല പല പ്രശ്നങ്ങൾ ഇപ്പോഴും നമുക്ക് ഉണ്ടാവുമല്ലോ. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമല്ലേ ഇപ്പോ, നമ്മുടെയൊക്കെ പ്രായം അതല്ലേ. ശാരീരികമായിട്ട് ഒരു കാര്യവും വെറുതെ ഉണ്ടാവില്ല. വയറ്റുവേദന വന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ജന്മത്തില് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്യാൻസർ വരുന്നു, ഉറപ്പാണ് കഴിഞ്ഞ ജന്മങ്ങളില് എന്തോ കാര്യമായിട്ടുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പാരാലിറ്റിക് സ്ട്രോക്ക് വരുന്നു, തീർച്ചയാണ് എന്തോ കഴിഞ്ഞ ജന്മങ്ങളില് അതുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരീരത്തിന് വരുന്ന അസുഖമാണ് ആദ്യം വരിക. ആദ്യം ശരീരത്തെയാണ് പിടിക്കുക, പിന്നെയാണ് സാഹചര്യങ്ങളെ പിടിക്കുക. അപ്പോ നമ്മളതിനെക്കുറിച്ച് വേവലാതിപ്പെടണ്ട, ഉറപ്പാണ് വരിക. ശരി, അസുഖം വന്നു, ആരെയും പഴിക്കണ്ട. ഞാൻ എൻ്റെ കൂടെ ഇന്നാള് താമസിച്ചുകൊണ്ടാണ് എനിക്കിന്ന് ഈ അസുഖം ഉണ്ടായേ, അയാൾ ഇവിടെ വന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മറ്റുള്ളവരാണ് അതിന് കാരണക്കാര് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും, മടിയായിട്ട് ഇതൊക്കെ തലവതിയാ, ഇതിങ്ങനെ തന്നെ വരുള്ളൂ എന്നും പറയും. ഇതൊക്കെ ഒരു എക്സ്ക്യൂസുകളാണ് നമുക്ക് കൂടുതൽ. സത്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറില്ല. സത്യം മനസ്സിലാക്കുമ്പോൾ കർമ്മതത്വം അനുസരിച്ച് ആണിത് വന്നിരിക്കുന്നത്, ഞാനിത് അക്സെപ്റ്റ് ചെയ്യണം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഈശ്വരനെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സങ്കടങ്ങളെ തരണം ചെയ്യാനായിട്ട് ഞാൻ അശ്രാന്ത പരിശ്രമം നടത്താം. അതാണ് ശാസ്ത്രം പറയുന്ന വഴി. അപ്പോ ധർമ്മപരമായിട്ടേ പ്രവർത്തിക്കുള്ളൂ. ശാസ്ത്രം പറഞ്ഞ രീതിയിൽ ഇതിനെ നേരിടുമ്പോൾ അധർമ്മമായിട്ട് പ്രവർത്തിക്കില്ല, ധർമ്മമായിട്ട് പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാവില്ല, ഗുണമുണ്ടാവുകയും ചെയ്യും. ആ ദുഃഖങ്ങൾ മാറുകയോ മാറാതിരിക്കുകയോ ആകട്ടെ, പ്രയത്നം നിർത്താൻ പാടില്ല. ചിലപ്പോൾ മാറാം, ചിലപ്പോൾ മാറാതിരിക്കാം. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ പ്രാരബ്ധം എന്ന് നമ്മൾ അതിനെ പറയാൻ പാടുള്ളൂ. അല്ലാതെ പ്രവർത്തിക്കാതെ അലസമായിട്ടിരുന്ന് ഞാൻ എൻ്റെ പ്രാരബ്ധം അനുഭവിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയല്ല. ആദ്യം പ്രയത്നം തന്നെ വേണം. അലസതയോടെ മടിയോടെ ഇരുന്ന് പ്രാരബ്ധം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത് ഉചിതമല്ല. ആഗാമി കർമ്മഫലം ഈ ജന്മത്തിലും ലഭിക്കാം, നമുക്ക് ഉറപ്പൊന്നുമില്ല. ഈ ജന്മത്തിൽ കിട്ടില്ലെന്നാരും പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം. ഇതൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല, ഒരു ശാസ്ത്രത്തിനും പ്രവചിക്കാൻ പറ്റില്ല. ഫലമുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. എപ്പോഴാണ് എടുക്കണേ അതിന്റെ കണക്കെന്താണ് നമുക്കറിയാൻ പറ്റില്ല. ഉണ്ട് എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ കാണുന്നുമുണ്ട്. ഒരു തെറ്റും ഈ ജന്മത്തിൽ ചെയ്യാതിരിക്കുന്ന ആൾക്കാർ നമ്മുടെ അറിവില് നമ്മൾ നോക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്തവര് കഷ്ടപ്പാടിന്റെ നടുക്കിലേക്ക് വീഴുന്നത് നമ്മൾ കാണാം. പ്രശ്നത്തിന് മേൽ പ്രശ്നങ്ങൾ വരുന്നത് കാണാം. അപ്പോ എന്തോ ഒരു നിയമം അവിടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അതേമാതിരി തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അയാൾ സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനും എന്താ മറുപടി? കർമ്മതത്വം എന്ന് പറഞ്ഞ ഒന്നുണ്ട് എന്നാണ് ശാസ്ത്രം പറഞ്ഞത്. ശാസ്ത്രമേ നമുക്കൊരു ആശ്രയമുള്ളൂ, വേറെ ഒന്നും നമുക്ക് പ്രമാണമില്ല. ആഗാമി കർമ്മഫലം ഈ ജന്മത്തിലും ലഭിക്കാം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് സഞ്ചിതത്തോട് ചേരാം. 100% കർമ്മ തിയറി നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ശാസ്ത്രം പറഞ്ഞു തന്നിട്ടുള്ള ഇത്രയും ഭാഗമേ ഉള്ളൂ. ശാസ്ത്രവും 100% ഇന്ന രീതിയിലാണ്, ഓരോന്നും എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഒരു മൊത്തത്തിലൊരു തത്വത്തെ പറഞ്ഞു തന്നിരിക്കണു എന്നുള്ളതേ ഉള്ളൂ. കുറെയൊക്കെ പറയാം, അത്രമാത്രം. അപ്പൊ ഈ സൈക്കിള്, ഈ കർമ്മ തിയറിയുടെ സൈക്കിള് തുടരുന്നതാണ് അജ്ഞാനിയുടെ അവസ്ഥ. വീണ്ടും വീണ്ടും ജന്മം എടുത്തുകൊണ്ടിരിക്കുക. ഈ കർമ്മ തിയറി അറിയാതെ കണ്ട്
മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തുണ്ടാവും? വീണ്ടും 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 ജന്മം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് അജ്ഞാനിയുടെ അവസ്ഥ. ഇപ്പൊ നമ്മൾ എന്താ സംഭവിക്കുന്നത്? കുറച്ച് പ്രാരബ്ധം ആയിട്ട് നമ്മൾ ജനിക്കും. കുറച്ച് പ്രാരബ്ധമേ ഉണ്ടാവുള്ളൂ പലപ്പോഴും എന്ന് വിചാരിക്കുക. അയാൾ എന്ത് ചെയ്യും? ആഗാമി കൂടുതലായിട്ട് ചെയ്യും. നിറയെ പ്രവൃത്തികൾ ധാരാളം, നല്ലതും ചെയ്യും, ചിലപ്പോൾ ചീത്തയും ചെയ്യും. അപ്പൊ സഞ്ചിതത്തിലേക്ക് കൂടുതൽ ചേർക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ നോക്കുമ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കില്ല ആൾക്കാർ, ഇഷ്ടം പോലെ, ഭയങ്കര പ്രയത്നം തന്നെ പ്രയത്നം. അപ്പോ നല്ല പ്രവൃത്തികൾ ഇഷ്ടം പോലെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ വിവേകം ഉദിക്കും, ധർമ്മപരമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് ജ്ഞാനത്തിലേക്ക് പോകും. ചീത്ത പ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്രയോ പേരെ കാണാം. അവർക്ക് എന്ത് സംഭവിക്കും? കർമ്മതീയ പ്രകാരം പാപം കൂടുതലാവും. അടുത്ത ജന്മങ്ങള് കീഴ്ജന്മങ്ങളിലേക്ക് പോകും. അനുഭവിച്ച് കർമ്മഫലം തീർക്കാം എന്ന് നമ്മൾ കണക്ക് കൂട്ടിയ, മോക്ഷമൊന്നും വേണ്ട, ഞാൻ അനുഭവിച്ചോളാം, എത്ര ജന്മം വേണമെങ്കിൽ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിന് അവസാനം ഉണ്ടാവില്ല. കാരണം വീണ്ടും ആഗാമി സഞ്ചിതത്തിൽ ചേർന്നുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് വെറും നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ശരി, ആയിക്കോട്ടെ. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ശാസ്ത്രമൊന്നും പഠിക്കേണ്ട, ഒന്നും ആവശ്യമില്ല, ജ്ഞാനം ഒന്നും വേണ്ട, നല്ലവനായിട്ട് ജീവിച്ചാൽ മതിയല്ലോ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ആ സൽക്കർമ്മങ്ങള് ജ്ഞാനമല്ലാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കെല്ലാം എന്ത് പ്രതീക്ഷിക്കും? ഉള്ളിന്റെ ഉള്ളിലെങ്കിലും നമ്മള് ഒരു പുണ്യം പ്രതീക്ഷിക്കും, ഉറപ്പാണ്. ഒരു ഫലം പ്രതീക്ഷിക്കും. ഇല്ലാതെ പറ്റില്ല. ഫലം പ്രതീക്ഷിക്കാതെ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യണമെങ്കിൽ ജ്ഞാനം വരണം, ആ അറിവ് കിട്ടണം. അങ്ങനെ ചെയ്താൽ എന്താണ് ഫലം എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിവ് കിട്ടിയാലല്ലേ അങ്ങനെ ചെയ്യുള്ളൂ, അല്ലാതെ ചെയ്യില്ലല്ലോ. നിഷ്കാമമായിട്ട് ചെയ്താൽ എന്താണ് പ്രയോജനം എന്നറിയണ്ടേ, അല്ലാതെ എങ്ങനെ നിഷ്കാമകർമ്മം ചെയ്യാം? അപ്പൊ അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, ദാനാദികൾ ചെയ്തുകൊണ്ട്, സേവ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാള് പ്രാരബ്ധം അനുഭവിച്ച് തീർത്ത് ഞാൻ ആ ഈശ്വര സാക്ഷാത്കാരം നേടിക്കോളാം എന്ന് പറഞ്ഞാൽ അത് സംഭാവ്യമല്ല. ജ്ഞാനം വന്നേ പറ്റൂ, അല്ലാതെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുകയില്ല. അറിവ് ഉണ്ടായേ പറ്റൂ. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, ഫലം വന്നുകൊണ്ടേയിരിക്കും, അനസ്യൂതം ഇത് തുടരും, നിർത്താനും പറ്റില്ല. നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞത്, കർമ്മം ചെയ്യുന്നത് നിർത്താൻ പാടില്ല, നിർത്താൻ പറ്റൂല നമ്മളെ കൊണ്ട്. അപ്പൊ ഇതിങ്ങനെ ജന്മജന്മങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് ജ്ഞാനത്തിന്റെ പ്രാധാന്യം ശങ്കരാചാര്യസ്വാമികൾ പ്രത്യേകം പറയുന്നത്. എന്തിന് ജ്ഞാനം നേടണമെന്ന്? ഈ കർമ്മ തത്വം മനസ്സിലാക്കുകയും ഈ കർമ്മതത്വത്തിന്റെ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണമെങ്കിൽ ജ്ഞാനം കൂടിയേ തീരൂ. അപ്പൊ ഈ കർമ്മ തിയറിയെ അറിഞ്ഞാൽ എന്ത് ഫലം? ഇപ്പൊ നമുക്ക് കർമ്മ തിയറിയാണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞത്. എന്താണ് ഈ കർമ്മ തിയറി അറിഞ്ഞാലുള്ള ഫലം, പ്രയോജനം? ഇപ്പോ നമ്മൾ നോക്കുക, ഈ ലോകത്തില് വൈവിധ്യം നാം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും വൈവിധ്യമാണ്, ഒന്നുപോലെ വേറൊന്നും കാണില്ല. ഇവിടെ മുഴുവൻ വൈവിധ്യമാണ്. മനുഷ്യരില് വൈവിധ്യം, ഇഷ്ടംപോലെ വൈവിധ്യം മനുഷ്യരിലുണ്ട്. പണക്കാരൻ, പാവപ്പെട്ടവൻ, അസുഖക്കാര്, മന്ദബുദ്ധികള്, സ്വഭാവത്തിൽ തന്നെ വൈവിധ്യം. അതാണ് ഏറ്റവും വലിയ വൈവിധ്യം. ഒരാൾ രണ്ടുപേരുടെ സ്വഭാവം ഒരുപോലെ ഒരു സ്ഥലത്തും കാണാൻ പറ്റും. ഒരു വീട്ടിൽ തന്നെ 4 കുട്ടികളുണ്ടെങ്കിൽ 4 സ്വഭാവം, അച്ഛനും അമ്മയും വേറെ സ്വഭാവം. ഇങ്ങനെ ഒരേപോലെ സ്വഭാവമുള്ളവരെ കാണാൻ സാധിക്കില്ല. അത്രയും വൈവിധ്യമാണ് ഇവിടെ. ഇതെങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതെന്ത് തത്വമാണ്? ഇത് ഏതിന്റെ ആധാരത്തിലാണ് എന്നൊക്കെ ചോദ്യമുണ്ടാകാം. ഈ വൈവിധ്യം എന്തുകൊണ്ട്? ഈശ്വര നിശ്ചയം എന്ന് സാധാരണ എനിക്ക് പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈശ്വര നിശ്ചയം അല്ല. കാരണം ഈശ്വരന് എല്ലാവരും ഒരുപോലെ. അപ്പൊ ഈശ്വരൻ നിശ്ചയിക്കുവോ അങ്ങനെ? ഇയാള് പണക്കാരനാവട്ടെ, ഇയാള് ദരിദ്രനാവട്ടെ, ഇയാൾ അംഗവൈകല്യമുള്ളവനാവട്ടെ, ഇയാൾക്ക് ചെവി കേൾക്കാതെ പോട്ടെ, ഇയാൾ കണ്ണുപൊട്ടനായിട്ട് ജനിക്കട്ടെ, ഈശ്വരൻ അങ്ങനെ വിചാരിക്കുവോ? ഇല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്,
ലവ് ഈസ് ഗോഡ് എന്ന് പറയുന്ന വെറുതെ അല്ല. ഈശ്വരൻ സ്നേഹമാണ്, സ്നേഹമയനാണ്, കരുണാമയനാണ്. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ കരുണാമയ എന്ന് വിളിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആപൽബാന്ധവ എന്ന് വിളിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ശരണാഗത വത്സല എന്ന് വിളിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഭഗവാനെ വിളിക്കുന്ന നാമങ്ങളൊക്കെ ഭഗവാന്റെ ഗുണങ്ങളല്ലേ? ആ ഗുണങ്ങളുള്ള ഭഗവാനാണോ നമുക്ക് ഇങ്ങനെയുള്ള മോശമായ സാഹചര്യത്തിൽ ജനനം തരുന്നതും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതും? അല്ല, ഒരിക്കലും അല്ല. അതാണ് അറിവ്. ഈ അറിവിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ആരെയും ആദ്യം ആരെ പഠിക്കുന്നത്? ഈശ്വരനെ പഠിക്കുന്നു. ഈശ്വരനാണോ കാരണക്കാരൻ? അല്ല എന്ന് പറയണമെങ്കിൽ കർമ്മതത്വം, കർമ്മ തിയറി അറിയണം. ഇനി നമുക്ക് പറയാം, കർമ്മ തിയറി പഠിച്ച ശേഷം നമുക്ക് ഈശ്വരനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. കർമ്മ തിയറി കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിനും, എത്ര മോശമായ സാഹചര്യം വന്നാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും ഈശ്വരനാണ് അതിന് കാരണക്കാരനെന്ന് പറയാൻ പാടില്ല. കാരണം ഈശ്വരനല്ല. ഈശ്വരൻ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ട്രാഫിക് ലൈറ്റിൽ പോയിട്ട് സിഗ്നൽ തെറ്റിച്ച് നമ്മൾ അതിക്രമിച്ചൊക്കെ ചെയ്താൽ അതിന്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും. അത് ഫൈൻ അടയ്ക്കേണ്ടി വന്നാൽ അത് എന്താ പറയാ? എന്തുകൊണ്ടാണത്? നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈശ്വരൻ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമത്തിൽ തെറ്റായിട്ട് പോയാൽ അതിന്റെ ഫലം ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ ഈശ്വരൻ, എല്ലാ അറിയുന്ന ഈശ്വരൻ അതിലൊക്കെ നമുക്ക് ചില കൺസെഷൻസ് തരാൻ അധികാരമുള്ള ആളാണ്. അപ്പൊ നമ്മുടെ ജീവിത രീതിയും നമ്മുടെ മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് നമുക്കൊരു കൺസെഷനൊക്കെ അതിനകത്ത് കിട്ടിയേക്കാം. അല്ലാതെ അതിന് കാരണക്കാരൻ ഈശ്വരനല്ല, നമ്മുടെ പ്രവൃത്തിയാണ്. ഈശ്വരൻ പക്ഷപാതമുള്ളവനാണോ? എന്നോട് കൂടുതൽ സ്നേഹം, വേറൊരാളുടെ കുറവ് സ്നേഹം, എനിക്ക് വേണ്ടതെല്ലാം തരും, വേറൊരാൾക്ക് വേണ്ടതൊന്നും കൊടുക്കില്ല, അങ്ങനെയൊക്കെയാണോ ഈശ്വരൻ? അല്ലേ അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ വൈവിധ്യങ്ങൾക്ക്, ഈ കാണുന്ന ദുഃഖങ്ങൾക്ക്, ഈ കാണുന്ന സങ്കടങ്ങൾക്ക്, ഈ കാണുന്ന അംഗവൈകല്യങ്ങൾക്ക്, ഇതിനൊന്നും ഈശ്വരനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഈശ്വരൻ അല്ല. ഈശ്വരൻ ഒരു കർമ്മ തിയറി വെച്ചിട്ടുണ്ട്. ആ കർമ്മ തിയറി അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കും. പ്രകൃതിക്ക് വേറെ ഒരുപാട് നിയമങ്ങൾ ഭഗവാൻ വെച്ചിട്ടുണ്ടല്ലോ. സമയാസമയത്ത് മഴ വരുന്നു, വെയിൽ വരുന്നു, കാറ്റ് വരുന്നു, മഴ, എന്തൊക്കെയാ സംഭവിക്കുന്നത് പ്രകൃതിയിൽ? എല്ലാം ഈശ്വരന്റെ നിയമം അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. ഒരു നിയമമുണ്ട്, ആ നിയമമാണ് ഇതൊക്കെല്ലാം കൊണ്ട് നടക്കുന്നത്, ഒരു ലോ. അങ്ങനെ അല്ലെങ്കിൽ ഈശ്വരനെ കരുണാമൂർത്തി എന്നെങ്ങനെ പറയും? ഈ കാണുന്നതെല്ലാം വെച്ചുകൊണ്ട് ഈശ്വരനെ കരുണാമൂർത്തി എന്ന് പറയാൻ പറ്റുമോ? ഈശ്വരനാണ് ഇതിനൊക്കെ കാരണക്കാരനെങ്കിൽ പറ്റില്ല. അതിനുള്ള മറുപടി ശാസ്ത്രം പറയുന്നു, കർമ്മതത്വമാണ് ഇതിനൊക്കെ കാരണം. ഒരു ജീവൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് നിശ്ചയിക്കുന്നത് കർമ്മതത്വമാണ്. ഓരോ ജീവനും എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ ചോദിച്ചാൽ അത് നിശ്ചയിക്കുന്നത് കർമ്മമാണ്, കർമ്മതത്വമാണ്. വൈവിധ്യം പുണ്യപാപങ്ങളുടെ ഫലമാണ്. നമ്മൾ ഇവിടെ കാണുന്ന വൈവിധ്യം മുഴുവൻ അവരവരുടെ പുണ്യപാപങ്ങളുടെ ഫലമാണ്. ഇത് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു പ്രയോജനം എന്താണ് കർമ്മതത്വം കൊണ്ട് എന്ന് നോക്കിയാൽ, നാം അനുഭവിക്കുന്ന ഓരോ ദുഃഖത്തിനും കാരണം നാം തന്നെ, മറ്റുള്ളവരല്ല എന്ന തിരിച്ചറിവ്. ഇത് കർമ്മതത്വം, കർമ്മ തിയറി പഠിച്ചാലേ നമ്മുടെ മനസ്സിൽ ഉറച്ചുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എന്ത് കാര്യം നമുക്ക് ഫേവർ അല്ലാത്ത എന്തുണ്ടായാലും ഉടനെ നമ്മൾ ഇത് വേറൊരാളുടെ തലയിലോട്ട് വെക്കും. അയാൾ അങ്ങനെ പറഞ്ഞ കാരണമാണ് എനിക്കിത് ഇങ്ങനെ വന്നേ. എല്ലാത്തിനും മറ്റുള്ളവർ പറയുള്ളൂ. അവനവന്റെ കുറ്റം എന്നൊരു സംഭവമേ ഇല്ല. എല്ലാത്തിനും നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കി നമ്മളിങ്ങനെ പറഞ്ഞൊന്ന് ഓർത്തു നോക്കുക. കാണാം, കുറെ എണ്ണം കാണാം. പഴയ നേരത്തെയുള്ള ജീവിതത്തിലൊക്കെ ഒത്തിരി നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ഞാൻ അങ്ങനെയായിപ്പോയത്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കളക്ടറായേനെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മറ്റേ ഓഫീസിൽ ഇരിക്കേണ്ടതാണ്, അന്ന് ഇയാൾ പറഞ്ഞ കേട്ടിട്ട് ഞാൻ ഇന്നത് പഠിക്കാൻ പോയതാണ് ഇങ്ങനെയായിപ്പോയത്, എന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു.
മറ്റേ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പോയെ. ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പറയാം, നമ്മുടെ സാഹചര്യങ്ങളെ മുഴുവൻ പറയാം. എന്തിനു വീട് വെച്ചത് പോലും പറയും. ഇവിടെ ഞാൻ വീട് വെക്കാൻ കാരണം ആ പുള്ളി പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി വീട് വെച്ചതിനെ കുറച്ചുകൂടി സുഖമായിട്ടിരുന്നതിനെ, വെള്ളപ്പൊക്കത്തിലൊന്നും പെടത്തില്ലായിരുന്നു. എന്തുവാ അങ്ങനെ ഓരോരോ നിസ്സാര കാര്യങ്ങൾ പോലും നമ്മൾ പറയും വേറൊരാളുടെ തലയിലോട്ട് വെക്കും നമ്മുടെ ഈ കർമ്മഫലത്തെ. അങ്ങനെ മറ്റുള്ളവരെ നമ്മുടെ കുറവുകൾക്കും കുറ്റങ്ങൾക്കും നമ്മുടെ സിറ്റുവേഷൻസിനും നമ്മുടെ ശോകത്തിനും നമ്മുടെ ദുഃഖത്തിനും മറ്റുള്ളവരെ പഴിചാരുന്ന ആ ദുഷ്പ്രവണതയിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ചെടുക്കണമെങ്കിൽ കർമ്മ തിയറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കർമ്മ തിയറി അറിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. അതാണ് രണ്ടാമത്തെ പ്രയോജനം. കർമ്മതത്വപ്രകാരം കർത്താവും ഭോക്താവും ഒരാൾ തന്നെയല്ലേ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ അനുഭവിച്ചേ തീരൂ. ഇത് നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടുണ്ട്. അവനവന്റെ കാര്യം വരുമ്പോ ഓർക്കില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ പറയും. വേറൊരാൾ അനുഭവിക്കുമ്പോ പറയും, ഇയാളുടെ കർമ്മഫലം അയാൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയും. അവനവന്റെ കാര്യം വരുമ്പോഴോ, നമ്മളല്ല കാരണക്കാരൻ, വേറെ ആളാണ് കാരണക്കാരൻ. മനസ്സങ്ങനെ നമ്മളെ കൊണ്ട് ചാടിക്കും. പക്ഷെ ഈ കർമ്മ തിയറി അറിഞ്ഞാൽ, ദൃഢമായിട്ട് മനസ്സിൽ തുറച്ചാൽ, നമ്മളൊന്ന് പറയാൻ പുറപ്പെടുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരും, അയ്യോ അങ്ങനെ അല്ലല്ലോ, നമ്മൾ പറയാൻ പാടില്ല, നമ്മുടെ തന്നെ കുഴപ്പമല്ലേ, നമ്മുടെ കർമ്മം കൊണ്ടല്ലേ എന്ന് നമുക്ക് ഓർമ്മ വരും. നമ്മൾ ആരെയും ഇനി മേലാൽ കുറ്റപ്പെടുത്തുകയില്ല. നമ്മുടെ ദുഃഖത്തിന്റെ കാരണം മറ്റു മനുഷ്യർ അല്ല. പിന്നെ വേറെ അടുത്തൊരു പ്രശ്നമുണ്ട് അല്ലേ, വലിയ ഇപ്പൊ എല്ലാവരെയും മയക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ദാരിദ്ര്യമാകട്ടെ, മറ്റു ശോകങ്ങളാവട്ടെ, അസുഖങ്ങളാകട്ടെ, എന്തെല്ലാം വന്നാലും ഉടനെ നവഗ്രഹങ്ങളെ കയറി പിടിക്കും. വലിയൊരു കുഴപ്പമാണ് മനുഷ്യന്റെ. എന്തൊരു കഷ്ടമാണ്. ഇപ്പൊ ആ യൂട്യൂബിലൊക്കെ കാണാം എന്തെല്ലാമാണ് പറയുന്ന ജ്യോത്സ്യന്മാരിരുന്നുണ്ട്. അവർക്കെന്താ ഈ നവഗ്രഹങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ നമ്മളെ ഉപദ്രവിച്ചിട്ട്? ഇത്രയും വിവരമില്ലാതായി പോകുന്നല്ലോ നമുക്ക്. സൂര്യഭഗവാൻ നമ്മളെ ഉപദ്രവിച്ചിട്ട് അങ്ങേരെന്ത് നേടാനാ? ശനി ഭഗവാൻ ഇല്ലാത്ത കുറ്റമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ പറയാം ശനിയാണ്. ശനിയാണോ, രാഹുവാണോ, കേതുവാണോ, അവരെന്ത് പഴച്ച്? അവരെ ഭഗവാൻ ഓരോ കാര്യങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. അവരതനുസരിച്ച് ലോകത്തില് പ്രപഞ്ചത്തില് അവരുടേതായ ആ റൂട്ടിൽ കൂടെ ഒരു കട്ടക്കെട്ടക നിയമം വ്യത്യാസമില്ലാതെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാ. സൂര്യഭഗവാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വേണ്ട എനർജി, അതായത് സന്ധ്യാവന്ദനത്തിൽ ഒരു മന്ത്രത്തിൽ പറയും, കണ്ണിമയ്ക്കാതെ നമ്മുടെ ഓരോ പ്രവൃത്തിയും കണ്ടും കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് കണ്ണടയ്ക്ക് പോലും ഒരു കണ്ണിമവട്ടുക പോലും ചെയ്യാതെ നമ്മളെ ശ്രദ്ധിച്ച് കർമ്മനിരതരാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഭഗവാൻ സൂര്യൻ. അപ്പോഴാണ് ഈ കബഡിയും വെച്ചോണ്ടിരിക്കുന്ന ആശാൻ പറയുന്നത്, സൂര്യൻ ശരിയല്ല കേട്ടോ, സൂര്യൻ ശരിയല്ലെന്ന് പറയാൻ ഇയാൾക്കാണ് അയോഗ്യത. ഇങ്ങനെ നമ്മൾ ഒത്തിരി പേര് ഇതിന്റെ പുറകെ പോയി ഗ്രഹങ്ങളെ പഴിക്കുന്നു. ഏറ്റവും വലിയ മഹാപാപമാണ് ചെയ്യുന്നത്. നവഗ്രഹങ്ങളെ പഴിക്കുക. അവനവന്റെ കർമ്മഫലമല്ലേ അനുഭവിക്കുന്നത്. ഗ്രഹങ്ങൾ എന്ത് പഴിച്ചു? പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു മാത്തമാറ്റിക്സ് അനുസരിച്ച് അറിയാൻ പറ്റും നമ്മുടെ ദോഷം എന്താണ്, നമുക്ക് ദോഷം സംഭവിച്ചിരിക്കുന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദോഷങ്ങൾ കാണുന്നത് നമ്മൾ വരുത്തി കൂട്ടിയതല്ലേ? ഗ്രഹങ്ങൾ വരുത്തി കൂട്ടിയതാണ് അല്ലല്ലോ. വലിയ സങ്കടകരമായൊരവസ്ഥയാണ്. ശനിക്ക് ഇല്ലാത്ത കുറ്റമല്ല. എല്ലാവരും ശനിയെ അങ്ങോട്ട് പ്രാകുന്ന കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരാവൂ, എങ്ങനെയെങ്കിലും നേരാവൂ. ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ പ്രാഗിയാൽ നേരാവൂ. വലിയൊരു അബദ്ധമാണ് കാണിക്കുന്നത്. അതിൽ നിന്നൊക്കെ എന്ന് മോചനം കിട്ടുന്ന അറിയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ജ്യോത്സ്യന്മാരുടെ പിടി ഭയങ്കര പിടിയാണ്. അതിൽ നിന്നും ഊരണമെങ്കിൽ തത്വബോധമൊന്നും വിചാരിച്ചാൽ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഏതായാലും നമ്മൾ മനസ്സിലാക്കുക, ഗ്രഹങ്ങൾ എല്ലാവരും, എല്ലാ ഗ്രഹങ്ങളും മനുഷ്യനെ
അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആരും ഒരു ജീവനും ഒരു ജീവിക്കും ഉപദ്രവം ചെയ്യില്ല. ഭഗവാന്റെ സൃഷ്ടി അങ്ങനെയല്ല. ഭഗവാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്ന, ഈ ഗ്രഹങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത് ഡ്യൂട്ടി? അവർക്കെല്ലാം സൂര്യഭഗവാൻ എന്താ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി? സാക്ഷാൽ പരബ്രഹ്മം സൂര്യന് എന്ത് ശക്തിയാണ് കൊടുത്തിരിക്കുന്നത്? പരബ്രഹ്മം നമ്മൾ പഠിച്ചു, പരബ്രഹ്മം സൂര്യൻ ജ്വലിക്കുന്നത് ആത്മാവിന്റെ പരബ്രഹ്മത്തിന്റെ ശക്തി കൊണ്ടാണ് സൂര്യൻ പോലും ജ്വലിക്കുന്നത്. സൂര്യന്റെ എനർജി പരബ്രഹ്മത്തിന്റെ കോടിയിൽ 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 ഒരു അംശത്തിന്റെ എനർജിയേ ഉള്ളൂ. അപ്പൊ ആ സാക്ഷാൽ പരബ്രഹ്മം അത് കൊടുത്ത എനർജി ആണ് സൂര്യൻ നമുക്ക് തരുന്നത്. ഇങ്ങനെയാണ് എല്ലാ ഗ്രഹങ്ങളെയും ഭഗവാൻ, സകല നവഗ്രഹങ്ങളെയും സൃഷ്ടിച്ച് ഇവിടെ അവരുടെ സഞ്ചാരം നടക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും, ഭൂമിയിലുള്ള സകലർക്കും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഒരു തിന്മ അവരിൽ നിന്ന് ഉണ്ടാകില്ല. ചന്ദ്രമാ മനസോ ജാതഃ, മനസ്സിന്റെ ബലം ചന്ദ്രനാണ്. സസ്യങ്ങൾക്ക് ഔഷധത്തിന്റെ ഗുണം കൊടുക്കുന്നത് ചന്ദ്രനാണ്. വെള്ളത്തിൽ കിണറൊന്നും പണ്ട് കാലത്ത് കിണറ് മൂടില്ല, കിണറൊക്കെ തുറന്നേരിക്കുള്ളൂ. ആ വെള്ളത്തില് ചന്ദ്രന്റെ രശ്മികൾ പതിച്ച് അത് ഔഷധ ഗുണമുള്ളതായി മാറും. അശ്വിനി ദേവകള് എന്തെല്ലാം ഉണ്ട്, ഒരുപാടുണ്ട്. ചില സമയങ്ങളിൽ ഇവർ പറയും വ്യാഴം പ്രസാദിച്ചു, മറ്റേ പ്രസാദിച്ചു, മറിച്ച് പ്രസാദിച്ചു. ബാക്കിയുള്ള സമയത്ത് നമ്മൾ കുറ്റം പറയും. ഈ എല്ലാ ഗ്രഹങ്ങളും, ഈ സൃഷ്ടി മുഴുവൻ മനുഷ്യനും ഗുണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളാണ് അതിനെ ഉപദ്രവമാക്കി മാറ്റുന്നത്. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ പുരുഷ സൂക്തം വായിച്ചാൽ അറിയാം. ആരണ്യാൻ ഗ്രാമ്യാശ്ചയേ, എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവർക്കും സുഖമായിട്ട് കഴിയാൻ വേണ്ടി. എല്ലാ സൃഷ്ടിയും അങ്ങനെ തന്നെയാണ്. ഈശ്വരന്റെ ഞാൻ പലതാകട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചിട്ടാണോ നമ്മളൊക്കെ ഉണ്ടായത്? അപ്പൊ ഭഗവാൻ സ്വയം ദുഃഖിക്കാൻ വേണ്ടിയിട്ടാണോ ഉണ്ടായതല്ല, സ്വയം സ്നേഹിക്കപ്പെടാൻ വേണ്ടി. സ്വയം ഏകനായിരുന്ന ഭഗവാന് സ്വയം സ്നേഹിക്കപ്പെടണം എന്ന് തോന്നിയപ്പോൾ ഞാൻ പലതാകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ സൃഷ്ടി വരുന്നത്. അപ്പോ അഗ്നിയിൽ നിന്ന് ചെറിയ 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 കണികൾ, ഇങ്ങനെ എന്താ പറയാ, തീപ്പൊരികൾ പോകുന്ന പോലെ ആ പരബ്രഹ്മത്തിൽ നിന്ന് ജീവൻ ഉണ്ടായി. ഇനിയെങ്കിലും ഈ ഗ്രഹങ്ങളെ കുറ്റപ്പെടുത്തുകയും ശനിദോഷം, മറ്റേ ദോഷം, മറിച്ച ദോഷം എന്നൊക്കെ പറഞ്ഞ അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക. എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളവരാണ് അവരെല്ലാവരും. എല്ലാം ദേവന്മാരാണ്. ഒരു അമ്പലത്തിൽ പോകുമ്പോ നവഗ്രഹങ്ങള് വെച്ചിരിക്കുന്ന കാണാം, നമ്മൾ പോയി തൊഴും, എല്ലാ ഗ്രഹങ്ങളെയും തൊഴും. പിന്നെ എങ്ങനെ പറയാൻ സാധിക്കുന്നു ആ ഗ്രഹങ്ങൾ നമ്മൾ ഉപദ്രവിക്കുന്നു എന്ന്? ആ ദേവന്മാർ ഉപദ്രവിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഒരു ദേവൻ എന്നുള്ള സങ്കല്പം കൊടുത്താൽ ആ ദേവൻ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണൊരു യുക്തിയുള്ള? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ജ്യോത്സ്യന്മാരടുത്ത് ഇത് തന്നെ പറയുന്നത്. ഓരോ മറ്റേ അവിടെ പ്രീതി പോരാ, ഇന്ന ദൈവത്തിന്റെ പ്രീതി പോരാ, മറ്റേ ദൈവത്തിന്റെ പ്രീതി പോരാ, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. എങ്ങനെയാ അങ്ങനെ സാധിക്കുന്നേ പറയാൻ? ഈശ്വര സങ്കല്പമേ എന്താണ്? അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. കരുണാമൂർത്തി, ആപദ്ബാന്ധവൻ, ശരണാഗത വത്സലൻ. എല്ലാ ദൈവങ്ങളെ എങ്ങനെയല്ലേ നമ്മൾ വിളിക്കുന്നത്? എവിടെ പോയാലും എന്തർച്ചന ചെയ്താൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാ ഈ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അങ്ങനെയുള്ള അതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. എന്നാൽ മാത്രമേ ഈ ജ്ഞാനപ്രകാശം പ്രകാശമായിട്ട് വരൂ. ഇനിയെങ്കിലും അത് സാധിക്കണം. കാര്യം നമ്മളിപ്പോ 10-15 പേര് ഇത് കേൾക്കുന്നുള്ളൂ, എങ്കിലും സാധിച്ചല്ലോ എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഈ ജന്മത്തില് ഇതൊന്ന് വായിക്കാനും ഈ ശങ്കരാചാര്യസ്വാമികളുടെ തത്വബോധത്തിന്റെ ഇതൊന്ന് വായിക്കാൻ സാധിച്ചല്ലോ, എന്തുമാത്രം മനസ്സിലെ തെറ്റായ ധാരണകൾ മാറിക്കിട്ടി. ഇനിയും എത്രയോ ജന്മം വേണ്ടി വരുമായിരിക്കാം നമുക്ക് സാക്ഷാത്കാരത്തിന്. പക്ഷേ ഈ ജന്മത്തിൽ ഈ ഒരു അറിവ് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ശനിയോപദ്രവം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദൈവങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വിട്ട് മറ്റേ സ്ഥലത്തേക്ക് ഓടിയിട്ടുണ്ട്, അവിടെ വഴിപാട് കഴിക്കാൻ ഓടിയിട്ടുണ്ട്, ഇവിടെ വഴിപാട് കഴിക്കാൻ ഓടിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെങ്കിലും ഈ ശരീരത്തിൽ നിന്ന്
ഈ ജീവൻ ഈ ശരീരം വിട്ടു പോകും, ആത്മാ ഈ ശരീരം വിട്ടു പോകുന്നതിന് മുമ്പ് ഇപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടായല്ലോ എന്നൊരു സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ട് ഇത് പഠിക്കാൻ സാധിച്ചത്. അതിന് നിങ്ങളെല്ലാവരും അതിനൊരു എന്താ പറയാ സഹായകമായ ആൾക്കാരാണ്. എന്താ വെച്ചാൽ ഇത്രയും പേര് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതിനകത്ത് വന്ന് നമ്മളിപ്പോ എത്ര വർഷമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നതുകൊണ്ടല്ലേ നമുക്കിത് സാധിച്ചത്. എത്ര പേരാ നിങ്ങൾ എല്ലാവരും നിങ്ങൾ സ്ഥിരമായിട്ടുള്ളവർ അന്ന് മുതൽ. അപ്പൊ വലിയൊരു ഭാഗ്യമല്ലേ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കർമ്മക്കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഉപനിഷത്ത് വാക്യം, ഒരു സ്പിരിച്വലായിട്ട് ഒരു ആത്മതത്വത്തെ പറയുന്ന ഒരു വാക്യം കേൾക്കാൻ പോലും സാധാരണ ആൾക്കാർക്ക് പറ്റില്ല, സാധിക്കില്ല. ഒരു മിനിറ്റ് പോലും ഇത് കേൾക്കില്ല. അപ്പൊ നോക്കിക്കോളൂ, നിങ്ങളുടെ അടുത്ത് തന്നെ അറിയാലോ, ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ വേറെ സബ്ജക്റ്റിലോട്ട് പോകും. ഇത് പറ്റില്ല, അവരെ കൊണ്ട് ദഹിക്കത്തില്ല, ആർക്കും ദഹിക്കില്ല. നമുക്ക് കിട്ടിയത് മഹാഭാഗ്യം. എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് ഇതിലൊരു രുചി വന്നത്. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള വാക്ക്, രുചി. ആത്മതത്വത്തില് രുചി വന്നത് വലിയ ഭാഗ്യമാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? ഈ പറഞ്ഞ കർമ്മതത്വം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് അതിലും അത്യാവശ്യമാണ്. ഞാൻ അറിഞ്ഞു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ? സ്ഥിരം ചോദ്യമാണല്ലോ നമ്മുടെ. എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടത വന്നു? അതിന് നല്ല മറുപടി ഉണ്ടല്ലോ ഇവിടെ. കർമ്മതത്വം പഠിച്ചാൽ മറുപടി ഉണ്ട്. ഈ ജന്മത്തിലല്ല, മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് ഇപ്പൊ അനുഭവിക്കുന്നു. എന്തായി? മനസ്സത് അക്സെപ്റ്റ് ചെയ്താൽ എന്തായി? കൂടുതൽ വറിയില്ല. ഈ ഭാഗം വളരെ പ്രധാനമാണ്. സ്വയം കൺസോൾ ചെയ്യാൻ, അവനവനെ സ്വയം ആശ്വസിപ്പിക്കാൻ ഈ കർമ്മ തിയറി അറിയണം. എന്നാലേ ആശ്വാസം വരികയുള്ളൂ. ആശ്വാസം കൊണ്ടേ പൂർണ്ണ തൃപ്തിയിലേക്ക് പിന്നീട് പോകാനും പറ്റും, അല്ലാതെ പോകാൻ പറ്റത്തില്ല. കൺസോൾ ചെയ്യാൻ, സ്വയം കൺസോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ രക്ഷയൊന്നുമില്ല. ഞാൻ ചെയ്ത തെറ്ററിഞ്ഞാൽ തിരുത്താം, അങ്ങനെ പറയുന്നില്ലേ നമ്മള്? എന്താണ് തെറ്റ് ഞാൻ ഇപ്പൊ ചെയ്തെന്ന് അറിഞ്ഞാൽ തിരുത്താമായിരുന്നു. ഞാൻ അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എനിക്ക് എന്താ ഇങ്ങനെ? അതിനുള്ള മറുപടി ഇത് തന്നെയാണ്. കർമ്മ തിയറി മനസ്സിലാക്കൂ എന്നേ പറയാൻ പറ്റും. എന്താ വെച്ചാൽ എങ്ങനെയാ കർമ്മ തിയറി അറിഞ്ഞാൽ അതിന് പ്രയോജനം ഉണ്ടാവുക? വളരെ രസകരമായൊരു ഭാഗമാണ്. ഇപ്പൊ ഒരു തെറ്റ് ചെയ്തു, ഇപ്പൊ തന്നെ അതിന്റെ ശിക്ഷ ലഭിച്ചു. നമ്മൾ എങ്ങനെയാ അത് സ്വീകരിക്കുക? രസകരമായിട്ട് ശങ്കരസ്വാമി അത് പറയുന്നത്. ഇപ്പോ ഒരു തെറ്റ് ചെയ്താൽ അതിന് ഒരു ശിക്ഷ ഇപ്പോൾ വന്നാൽ നമ്മൾ എങ്ങനെ ആ ശിക്ഷയെ സ്വീകരിക്കും? നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കും. മനസ്സിൽ ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്, ഓക്കെ എന്നേ പറയുള്ളൂ. ആ, ഞാൻ ചെയ്ത തെറ്റാണെന്നേ, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി, അത്രേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. എനിക്ക് ശിക്ഷ ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ വിഷമില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തു എന്നറിയാം. തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ട് അതിന്റെ ശിക്ഷ ലഭിക്കുമ്പോൾ നമുക്ക് വിഷമമില്ല. തെറ്റ് ചെയ്തിട്ടല്ലേ ആണ്, ശിക്ഷ അനുഭവിക്കാം, ഓക്കെ. മെന്റലി അക്സെപ്റ്റഡ് ആണ്. ഇപ്പൊ കർമ്മ തിയറി അറിഞ്ഞാലോ, പൂർവജന്മങ്ങളിലെ തെറ്റാണ് എന്റെ ഇപ്പോഴത്തെ ഈ ശോകത്തിന്, ദുഃഖത്തിന്, മോശമായ സാഹചര്യങ്ങൾക്ക് കാരണം എന്ന് അറിഞ്ഞ് മെന്റലി അക്സെപ്റ്റഡ് ആകും. അത് കർമ്മ തിയറി തരുന്ന വലിയൊരു സന്ദേശമല്ലേ, വലിയൊരു അനുഗ്രഹമല്ലേ? കാരണം വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം മറ്റുള്ളവരെ പഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. നമ്മുടെ സാഹചര്യങ്ങൾക്ക്, നമ്മുടെ ദുഃഖങ്ങൾക്ക്, നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം കാരണം ഞാനല്ല, ബാക്കിയുള്ളവരാണ്. ഞാനൊന്നിനും കാരണക്കാരനല്ല, എല്ലാത്തിനും കാരണം ഞാനല്ലാതെ ഉള്ളതെല്ലാം കാരണക്കാരൻ. ഞാൻ കാരണക്കാരനേ അല്ല. ഇതാണല്ലോ ഇത്രയും കാലത്തെ വിചാരം. അതിൽ നിന്ന് മാറി ആരും തെറ്റുകാരല്ല, ഞാൻ മാത്രമാണ് എൻ്റെ സാഹചര്യത്തിന്
എൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്ന് കർമ്മ തിയറി പറഞ്ഞു തരുമ്പോൾ മാനസികമായിട്ട് അക്സെപ്റ്റഡ് ആകാൻ, ഒരു എന്താ പറയാ, ക്ഷോഭമില്ലാത്ത അവസ്ഥയ്ക്ക്, ശോകമില്ലാത്ത അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കും. അത് തന്നെയാണ് കർമ്മ തിയറിയുടെ ഏറ്റവും വലിയ പ്രയോജനം. മറ്റുള്ളവരാണെന്ന് വിചാരിക്കുമ്പോ എന്തുണ്ടാവും? ദുഃഖം ഇരട്ടിക്കും. അതും പറയുന്നു ഇവിടെ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം, നമ്മുടെ സാഹചര്യത്തിന് കാരണം, നമ്മുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണം, നമ്മുടെ ജോലിയിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾക്ക് കാരണം, നമ്മുടെ സമ്പത്ത് ഉണ്ടാകാതിരിക്കുന്നതിന് കാരണം, ഇതിനൊക്കെ കാരണം മറ്റുള്ളവരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദുഃഖം ഇരട്ടിക്കും. അങ്ങനെയാണ് നമ്മുടെ ദുഃഖം ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ തെറ്റാണെന്ന് പറയുമ്പോൾ ദുഃഖം ഇരട്ടിക്കില്ല. ഇനി അങ്ങനെ ഒരു തെറ്റുണ്ടാകാതിരിക്കട്ടെ എന്റെ ജീവിതത്തിൽ, ഈ ജന്മത്തില് എന്നല്ലേ ചിന്തിക്കുള്ളൂ. അപ്പോ മറ്റുള്ളവരുടെ തെറ്റാണെന്ന് പറയുമ്പോൾ പശ്ചാത്താപം ഉണ്ടാവുമോ? അത് വലിയൊരു സംഗതിയാണ്. എന്റെ ഈ സാഹചര്യങ്ങൾക്കൊക്കെ കാരണം മറ്റുള്ളവരാണ്, കുടുംബത്തിലെ മറ്റുള്ളവരാണ്, അല്ലെങ്കിൽ നാട്ടിലെ മറ്റുള്ളവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പശ്ചാത്താപമില്ല. കുറ്റം മുഴുവൻ മറ്റുള്ളവരുടെ തലയിൽ വെച്ചിരിക്കുകയല്ലേ. അവനവനാണ്, എന്റെ പൂർവകർമ്മങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ഒരു പശ്ചാത്താപത്തിനുള്ള തോന്നലുണ്ട്. ഞാൻ അറിയാതെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത തെറ്റ് ക്ഷമിക്കണേ ഭഗവാനെ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ ജന്മത്തിൽ ഞാൻ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഭഗവാനെ, കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത തെറ്റിന്റെയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്, എനിക്കറിയാം. ഞാൻ ആ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുന്നു. അങ്ങനെ പറഞ്ഞ അമ്പലത്തിൽ പോയി ശകലം വിളക്കൽ എണ്ണയൊഴിച്ചാൽ അതിന് പ്രയോജനമുണ്ട്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് 10 പേർക്ക് ദാനം ചെയ്താൽ അതിന് പ്രയോജനമുണ്ട്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് സേവനം ചെയ്താൽ അതിന് പ്രയോജനമുണ്ട്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് യാഗാദികൾ, ഹോമങ്ങൾ, പൂജകള്, അർച്ചനകൾ ചെയ്താൽ പ്രയോജനമുണ്ട്. പശ്ചാത്താപമില്ലാതെ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ എന്താ ഉണ്ടാവുക? പാപം ഇരട്ടിക്കല്ലാതെ ഒന്നും സംഭവിക്കില്ല. പശ്ചാത്താപം വരണം. കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം വരണം മനസ്സിൽ. എന്നിട്ട് വേണം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. ക്ഷേത്ര ദർശനം, പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക, ഭഗവാന് ദിവസം തൊഴുക, ദീപാരാധന തൊഴുക, നിർമാല്യം തൊഴുക. ആ സമയത്തൊക്കെ പറയുക, എൻ്റെ കഴിഞ്ഞ ജന്മങ്ങളിലെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ എൻ്റെ സാഹചര്യത്തിന് കാരണം ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എന്നെ നല്ല ഒരു രീതിയിൽ മാറ്റത്തിന്, പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. എൻ്റെ ഭാഗത്ത് ഇനി തെറ്റുകൾ ഉണ്ടാകില്ല. ഞാൻ കഴിഞ്ഞ തെറ്റുകൾക്ക് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. ഞാൻ ശാസ്ത്രമനുസരിച്ച് ധർമ്മപരമായിട്ട് ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന എത്തേണ്ടടത്തെത്തും. അങ്ങനെയാണല്ലോ നമുക്ക് സാധാരണ കണ്ടിട്ടില്ലേ, സുപ്രീം കോടതിക്ക്, നമ്മുടെ രാഷ്ട്രപതിക്ക് ഒരു അധികാരമുണ്ട്. വധശിക്ഷ ലഭിച്ച ഒരാളെ അതിൽ നിന്ന് മാറ്റി അത് വേണമെങ്കിൽ ജീവപര്യന്തമാക്കിയിട്ട് കുറയ്ക്കാനോ അദ്ദേഹം താഴെയാക്കാനോ ഒരു അധികാരം അങ്ങേർക്കുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ അവസാനം വധശിക്ഷയ്ക്കുള്ള ഒരു രാഷ്ട്രപതിയിലേക്ക് ഇത് നിവേദനം കൊടുക്കും. അപ്പൊ അവിടെ എന്താണ് നോക്കുന്നത്? ഇയാൾ ഈ തെറ്റ് ചെയ്ത സാഹചര്യം, അയാൾ സ്ഥിരം കുറ്റവാളിയാണെങ്കിൽ ഒരു രക്ഷയില്ല, അയാളുടെ സ്വഭാവം ഇതാണെന്ന് പറഞ്ഞു വിടും. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ ഇത്രയും ഒരു വേറൊരാളെ വധിക്കുകയാണ് ചെയ്തെങ്കിൽ അയാൾ മരിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ല. ഇയാൾ സ്വയം ആ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. മറ്റേ പുള്ളി മരിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ഭാഗം. പിന്നെ ഇയാളെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ഇയാളുടെ വിചാരണ കാലമെല്ലാം ഇയാൾ ജയിലിൽ കിടക്കുന്ന എത്രയോ വർഷം വളരെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ളവനായിരുന്നു. മേലധികാരികളോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. പിന്നെ അയാളെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അന്നേ തീയതി വരെ ഒരു നുണ പോലും പറയാത്തൊരു മനുഷ്യനാണ്. എന്തോ അന്ന് ആ സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയി. ഇങ്ങനെ പ്രീ ഹിസ്റ്ററി, പിന്നെ ശിക്ഷ കിട്ടിയ ശേഷമുള്ള ഹിസ്റ്ററിയും, വധശിക്ഷയ്ക്ക് മുമ്പ് അയാൾ ജീവിച്ചിരിക്കുന്ന ആ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ മനോഭാവവും അയാളുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും എല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോ രാഷ്ട്രപതി എന്ത് തീരുമാനിക്കും? ശരിയാ, ഇയാൾക്ക് ഇത്രയും അവസാനത്തെ ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല, ശിക്ഷ കുറച്ച് ഇളവ് ചെയ്യാം എന്ന് പറയും. ഇതുപോലെ ഈശ്വരനും ചെയ്യാൻ അധികാരമുണ്ട്.
ഈശ്വരനാണല്ലോ ഇതിന്റെയൊക്കെ നിയന്താവ്. അപ്പോ ആ കഴിഞ്ഞ ജന്മങ്ങളിലെ തെറ്റുകളെ, അതിന്റെ കാഠിന്യത്തെ, ആ ഫലങ്ങളുടെ കാഠിന്യത്തെ നമ്മുടെ പശ്ചാത്താപം കേട്ടുകൊണ്ട് ഭഗവാൻ ഇപ്പോഴത്തെ ജീവിതവും ധർമ്മപരമായ ജീവിതവും കൂടെ ആണെങ്കിൽ ഭഗവാൻ അതിന് കുറവ് തരും, ഇളവ് തരും. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? കർമ്മ തിയറി അറിയണം, കർമ്മതത്വം അറിയണം. പ്രാരബ്ധ കർമ്മം എന്ത്, സഞ്ചിത കർമ്മം എന്ത്, ആഗാമി കർമ്മം എന്ത്, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ശരീരം കിട്ടിയത് എന്തുകൊണ്ട്, ഇതൊക്കെ അറിഞ്ഞാൽ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇതിന്റെ ഗുണം. ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടത്തിനും ദുഃഖത്തിനും ഞാൻ അർഹനല്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, എന്റെ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മറ്റതെങ്ങനെയാ പറയണേ? ഓ, ഞാൻ ഇങ്ങനെയൊന്നും വന്ന് പെടേണ്ട ആളല്ല. അതാര് പറഞ്ഞു? സ്വയം തോന്നൂലോ ഞാൻ ഇതിനിങ്ങനെയൊന്നും വരേണ്ട ആളല്ലെന്ന്. ഈ തിയറി അറിഞ്ഞാൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അത് അറിഞ്ഞിരിക്കണം. ശാസ്ത്രപ്രകാരം അവനവന്റെ കർമ്മമാണ് അവനവന്റെ ജീവിതത്തെ നിർണയിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി അവനവന്റേത് തന്നെ. റെസ്പോൺസിബിലിറ്റി അവനവന്റെ തന്നെ, വേറെ ആരെയും ഇതിനെ റെസ്പോൺസിബിൾ ആക്കണ്ട. നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ജനിക്കാനും ഈ ശരീരത്തോടുകൂടി ഇങ്ങനെ ജീവിക്കാനും നമ്മുടെ ചുറ്റിലും വന്ന് ഇന്ന ആൾക്കാർ നമ്മുടെ ബന്ധുക്കളാകുന്നതിനും എല്ലാം നമ്മൾ തന്നെ കാരണം. അപ്പോ പ്രയോജനം എന്താണ്? രണ്ട് പ്രയോജനം എന്നാണ്. ഒന്ന്, വരുന്ന സങ്കടങ്ങളെ സങ്കടപ്പെടാതെ നേരിടാൻ പറ്റും. സങ്കടത്തെ സങ്കടമായി കാണില്ല എന്നർത്ഥം. അതിനെ തപസ്സായി, പ്രായച്ചിത്തമായി നേരിടും. വരുന്ന സങ്കടങ്ങളെ ഒരു തപസ് ചെയ്യുമ്പോ എങ്ങനെയാ? എന്താണ് തപസ്? ഏറ്റവും ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ ഭജിക്കുന്നതാണല്ലോ തപസ്. സുഖം നോക്കിക്കൊണ്ടല്ലോ, ഏറ്റവും കഷ്ടപ്പെടുക. ഇപ്പൊ ശയന പ്രദർശനം ചെയ്യുന്നു, എന്താണ് അവിടെ ചെയ്യുന്നത്? ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടി അനുഭവിച്ചുകൊണ്ട് ഈശ്വരനെ വിളിക്കുക. ശൂലം കുത്തുക, ശാരീരികമായിട്ട് വേദന അനുഭവിച്ചുകൊണ്ട് ഈശ്വരനെ വിളിക്കുക. അങ്ങനെ പലതരം ഭക്തിയുണ്ടല്ലോ. ഇവിടെ ഈ പ്രാരബ്ധത്തെ, ഈ കഷ്ടപ്പാടുകളെ, ഈ ദുഃഖങ്ങളെ തപസ്സായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കർമ്മ തിയറി പഠിപ്പിക്കുന്നത്. പ്രായച്ചിത്തമായിട്ട് ഈ ജന്മത്തെ എടുക്കുക, മുന്നോട്ട് പോവുക. പിന്നെന്താണ് രണ്ടാമത്തെ പ്രയോജനം? വലിയൊരു പ്രയോജനമുണ്ട്. ഭാവി നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. നമ്മുടെ ഭാവി നമുക്ക് നിശ്ചയിക്കാം. സൽക്കർമ്മങ്ങൾ ചെയ്താൽ പുണ്യമുണ്ടാകും. പുണ്യം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ സുഖം ലഭിക്കും. ഈ ജന്മത്തിൽ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ ജന്മങ്ങളിലെ പാപം കൊണ്ടാണ്. ശാസ്ത്രം പറഞ്ഞു തരുന്നു, പുണ്യകർമ്മങ്ങൾ ചെയ്താൽ പുണ്യം ലഭിക്കും, പുണ്യം കൊണ്ട് സുഖം നേടാം. സുഖമാണ് പുണ്യത്തിന്റെ ദാനം. ഇന്നത്തെ സിറ്റുവേഷന് കാരണം ഞാനാണെങ്കിൽ നാളത്തെ സിറ്റുവേഷനും കാരണം ഞാൻ തന്നെയല്ലേ? ആണ്. അതിന്റെ സ്പാൻ ചിലപ്പോൾ കൂടി പോവാം. ഈ ജന്മം ചിലപ്പോൾ 60 വയസ്സ് 70 വയസ്സായിരിക്കാം. അടുത്ത ജന്മം ഇനിയും ഉണ്ടാവുമല്ലോ. എത്രയോ ജന്മങ്ങൾ ഉണ്ടാവുമല്ലോ സാധാരണ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ. അപ്പൊ ഇനിയുള്ള ജന്മങ്ങളിൽ സുഖം വേണമെന്ന് തീരുമാനിക്കുമ്പോൾ ആരാണ് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ തന്നെയാണ്. കാരണം ഈ ജന്മത്തെ കഷ്ടപ്പാടുകൾക്ക് ഞാൻ തന്നെയാണ് കാരണമെന്ന് കർമ്മ തിയറി എന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ജന്മങ്ങളിൽ സുഖം ലഭിക്കണമെങ്കിൽ അതിനുള്ള കർമ്മവും ഞാൻ ഇവിടെ ചെയ്യണം. ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദി. റെസ്പോൺസിബിലിറ്റി വേറെ ആർക്കുമല്ല. നാളത്തെ എന്റെ ജീവിതത്തെ എനിക്ക് നിശ്ചയിക്കാം. കാരണം ഇന്നത്തെ എന്റെ പ്രവൃത്തിയുടെ ഫലമായിരിക്കും നാളെ എനിക്ക് കിട്ടാൻ പോകുന്നത്. ആ ഒരു പൂർണ്ണ വിശ്വാസം, കർമ്മ തിയറി പഠിച്ചാൽ ഉണ്ടാകും. ഇതിന് സാധാരണ ലൗകിക ജീവിതത്തിലെ ഒരു ഉദാഹരണം നോക്കിയാൽ മതി, ഇത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ. ലൗകിക ജീവിതത്തില് 20 വയസ്സ് 25 വയസ്സിലൊക്കെ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്. 50 വയസ്സാവുമ്പോ ഉള്ള ആരോഗ്യം നോക്കുമ്പോൾ 20 വയസ്സ് മുതൽ അല്ലെങ്കിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ കഴിച്ച് 20 കൊല്ലത്തെ ഭക്ഷണക്രമത്തെ ഒന്ന് നോക്കുക.
50-ാമത്തെ വയസ്സിൽ എന്റെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? കഴിഞ്ഞ 20 വർഷം ഞാൻ എന്റെ ആ ഒരു ഭക്ഷണ രീതി എന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതായിരുന്നു. വെള്ളം അടിക്കുകയെ, അല്ലെങ്കിൽ കണ്ടമാനം ഷുഗർ, പഞ്ചസാര കൂട്ടുകയെ, നല്ല ഭക്ഷണങ്ങളല്ലാത്തത് കഴിക്കുകയെ, ശരീരത്തിന് മോശമായത് സ്വാദ് മാത്രം നോക്കി ശരീരത്തിന് തകരാറാകുന്ന കാര്യങ്ങൾ കഴിക്കുകയോ ചെയ്തുകൊണ്ടാണല്ലോ 50-ാം വയസ്സിന് വീണ്ടും മോശമാകുന്നത്. അപ്പോ എന്റെ പ്രവൃത്തിയുടെ ബലം തന്നെയല്ലേ എന്റെ ശരീരത്തിനെ ബാധിക്കുന്നത്. വേറൊരാളെ കുറ്റം പറയാൻ പറ്റുമോ? ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അസുഖങ്ങളില് പ്രാരബ്ധവശാൽ വന്നത് അവിടെ ഇരിക്കട്ടെ, അല്ലാതെ നമ്മളായിട്ട് വരുത്തി തീർത്തത് നിറയുണ്ട്. എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പോ ആ വരുത്തി തീർക്കുന്നത് എങ്ങനെയാ? അവനവന്റെ പ്രവൃത്തി കൊണ്ട്, ഈ ജന്മത്തിന് തന്നെ പ്രവൃത്തി കൊണ്ടാണ്. അതുപോലെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മുടെ സിറ്റുവേഷൻസിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് സാധാരണ ലൗകിക ജീവിതത്തിൽ തന്നെ ഉദാഹരണമുണ്ട്. അപ്പൊ പിന്നെ ആത്മീയ ജീവിതത്തിന്റെ കാര്യത്തിൽ പറയേണ്ട കാര്യം ഇല്ല. ഇന്നത്തെ ജീവിതം ഇന്നലെയുടെ റിഫ്ലക്ഷൻ ആണ്. ഇന്നത്തെ ജീവിതം ഇന്നലെയുടെ റിഫ്ലക്ഷൻ ആണ്. നമ്മുടെ തലയിലെഴുത്ത് നമ്മുടെ കർമ്മഫലം. വേറെ ആരും വരച്ചതല്ല, വേറൊരാള് നമ്മുടെ തലയിൽ വരച്ചു വിട്ടതല്ല. അവനവൻ തന്നെ ഇങ്ങനെ വരച്ചാ മതി ഭഗവാനെ എന്ന് പറഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഈ കർമ്മഫലമോ നോൺ ട്രാൻസ്ഫറബിൾ ആണ്. ഇത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റുമോ? ഒരാൾക്കും ഇത് പാസ് ഓൺ ചെയ്യാൻ പറ്റില്ല, വേറൊരാൾക്ക് ഇത് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അവനവൻ തന്നെ അനുഭവിക്കണം. കർമ്മതത്വത്തില് കർത്താവും ഭോക്താവും ഒരേ ആൾ തന്നെയാണ്. കർമ്മ തിയറി നടന്നതിനും നടക്കാൻ പോകുന്നതിനും താൻ തന്നെ ഉത്തരവാദി എന്ന് പഠിപ്പിക്കുന്നു. സ്വയം പരിവർത്തനം വേണമെങ്കിൽ, ആധ്യാത്മികത ഉണ്ടാകണമെങ്കിൽ കർമ്മതത്വം നന്നായി അറിഞ്ഞിരിക്കണം. എന്റെ ശോകം എന്റെ പ്രവൃത്തി മൂലം, ഞാൻ മാറണം. അതാണ് ആത്മീയത. മറ്റുള്ളവരാണ് എന്റെ ശോകകാരണം എന്ന് വിചാരിച്ചാൽ നമ്മളില് ഒരിക്കലും മാറ്റം നമ്മളിൽ ഉണ്ടാകും. കാരണം മറ്റുള്ളവരല്ലേ, അവരല്ലേ മാറണ്ടേ. അപ്പോ മറ്റുള്ളവരാണ് എന്റെ ഇന്നത്തെ ശോകത്തിനും ദുഃഖത്തിനും കാരണം എന്ന് വിചാരിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളിൽ പരിവർത്തനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് തത്വബോധം പറയുന്നത് കർമ്മ തിയറി അറിയണം. കർമ്മ തിയറി അറിഞ്ഞാൽ അവനവന്റെ ഇന്നത്തെ ജീവിതത്തിനും നാളത്തെ ജീവിതത്തിനും കാരണം ഞാൻ തന്നെ എന്ന് തിരിച്ചറിയും. അപ്പോൾ നമ്മളിൽ പരിവർത്തനം ഉണ്ടാകും. അതാണ് ശരിയായ ആത്മീയത. സമയം എത്രയായി? ബാക്കി കർമാതീരയുടെ അടുത്ത ഫലം നമുക്ക് അടുത്ത ദിവസം നോക്കാം. നല്ല നല്ല വളരെ ആഴമേറിയ കാര്യങ്ങൾ അറിയാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കുറച്ചുകൂടെ ശക്തിയായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഹരി ഓം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം സാർ. സായിറാം സാർ. സായിറാം. സായിറാം സാർ.